ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മഞ്ഞൾ പുഴുങ്ങി ഉണക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ഈ മഞ്ഞൾ പുഴുങ്ങിയെടുക്കുന്നത് നോക്കാം. നമ്മൾ പണ്ടത്തെ ആ ട്രഡീഷണൽ മെത്തേഡ് പോലെ തന്നെയാണ് മഞ്ഞൾ പുഴുങ്ങി എടുക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പുഴുങ്ങി പൊടിക്കുന്നത്. അപ്പോൾ ഇത് അധികം മൂത്തിട്ടില്ല, അതിൻ്റെ കുറച്ച് മുന്നത്തെ സ്റ്റേജിലാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും ഈ മഞ്ഞൾ പൊട്ടിക്കുന്ന സമയത്ത് ഒരു നൂൽ പോലെ ഇങ്ങനെ വരുന്ന ആ ഒരു സ്റ്റേജിലാണ് മഞ്ഞൾ പൊടിച്ച് ഉണക്കേണ്ടതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ തൊട്ട് മുന്നത്തെ ഒരു സ്റ്റേജിലാണ് നമ്മളിത് പറിച്ചിരിക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞളിൽ നമ്മൾ എത്ര ഇട്ടുണ്ടെങ്കിലും ആ ഒരു മഞ്ഞളിൻ്റെ ഒരു എഫക്റ്റ് കിട്ടില്ല. ചിലപ്പോൾ ആ ഒരു കളറും എത്ര ഇട്ടുണ്ടെങ്കിലും ആ ഒരു മഞ്ഞൾ കളറ് വരില്ല. അപ്പോൾ ഇതിന് നമ്മൾ പുഴുങ്ങി ഉണക്കുകയാണെങ്കിൽ നല്ലൊരു കളറും വരും. അതുപോലെ തന്നെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതെ അത് സൂക്ഷിച്ച് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. മഞ്ഞൾ പുഴുങ്ങാതെയും അരിഞ്ഞ് ഉണക്കുന്നവരുണ്ട്. അത് കൂടുതൽ കാലം നിലനിൽക്കും എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം. അതുപോലെ നല്ല കളർ കിട്ടണമെങ്കിൽ നമുക്കിങ്ങനെ പുഴുങ്ങി ഉണക്കുകയാണെങ്കിൽ നല്ല കളർ കിട്ടും. ഇവിടെ ഇപ്പോൾ കൃഷിയായിട്ട് മഞ്ഞൾ ചെയ്യുന്നില്ല. നമ്മൾ പറമ്പിൽ ഇങ്ങനെ നട്ടുകൊടുത്തിരിക്കുന്ന അവിടെ എവിടെയായിട്ട് നട്ടുകൊടുത്തിരിക്കുന്ന മഞ്ഞളാണ്. അപ്പം പറിക്കാൻ വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല, കൈകൊണ്ട് പറിച്ചാൽ തന്നെ കിട്ടുന്ന രീതിയിലായിരുന്നു. മഞ്ഞൾ കഴുകിയെടുക്കുമ്പോൾ നമ്മൾ 2-3 വെള്ളം മാറ്റി കൊടുത്തിട്ട് വേണം കഴുകിയെടുക്കാൻ. എന്നാലേ അത് നന്നായിട്ട് നല്ല വൃത്തിയിലായിട്ട് കിട്ടുള്ളൂ. ഇപ്പം മഞ്ഞളൊക്കെ കഴുകി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഒരു ചെമ്പിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് തിളപ്പിക്കുന്നത്. ഇതങ്ങനെയാണ് പുഴുങ്ങിയെടുക്കുന്നത്. ഇനി നമുക്ക് ഇത് ചെമ്പിലേക്ക് നേരെ മാറ്റാം.
മഞ്ഞളും അതിനൊപ്പം വെള്ളവും വെച്ചിട്ടാണ് നമ്മൾ മഞ്ഞൾ പുഴുങ്ങിയെടുക്കാൻ പോകുന്നത്. ഇത് തിളച്ച് വന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ് തിളച്ച് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഈ മഞ്ഞളൊന്ന് ഈർക്കിൾ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. ഈ ഈർക്കിൾ മഞ്ഞളിൻ്റെ ഉള്ളിലൂടെ ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ അത് ഏകദേശം വേവ് പാകമായിട്ടുണ്ടാവും. കൂടുതൽ വേവിക്കാൻ വേണ്ടി നിൽക്കരുത്. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് വേവ്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ മഞ്ഞൾ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റുക. മഞ്ഞളൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞിടുക. ഏത് രീതിയിൽ വേണമെങ്കിൽ അരിയാം. ഞങ്ങളിപ്പോൾ കുറച്ച് നീളത്തിലാണ് ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അരിഞ്ഞ ഈ മഞ്ഞൾ നേരെ ഉണക്കാൻ ഇടാം. അഞ്ചാറ് ദിവസം നല്ല വെയിലുണ്ടെങ്കിൽ ഈ മഞ്ഞൾ പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും. നന്നായിട്ട് ഉണക്കുന്നതിനനുസരിച്ച് നമുക്ക് അത്രയും കാലം നമുക്ക് കേടുകൂടാണ്ട് വെക്കാൻ പറ്റും. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമ്മളിനി ഇത് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ള മഞ്ഞളാണ്. ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം പൊടിപ്പിച്ച് വെച്ചതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഇത് ഇപ്പോഴും നല്ലൊരു കളറും കേടൊന്നും വരാതെ പൂപ്പലൊന്നും കയറാതെ നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.